നമസ്കാരം. സ്ത്രീകളിൽ ഇന്ന് സർവ്വസാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഈ രോഗാവസ്ഥയുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അണ്ടവളർച്ച അപൂർണമാകുന്നതും അണ്ടവിസർജനത്തിൽ ക്രമക്കേടുകൾ ഉണ്ടാകുന്നതും ഈ രോഗത്തിന്റെ പ്രത്യേകതയാണ്. ഹോർമോൺ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ഇതിന് മുഖ്യ കാരണം. എന്താണ് ഈ രോഗമെന്നും എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങളെന്നും നമുക്ക് മനസ്സിലാക്കാം. ഹോർമോൺ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ പ്രധാനമായും പുരുഷ ഹോർമോണിൽ ഉണ്ടാകുന്ന വർധനവ് അണ്ടവളർച്ചയെ തടസ്സപ്പെടുത്തുകയും അണ്ടവിസർജനം അഥവാ ഓവുലേഷനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. ഇത് കാരണം അണ്ഡാശയത്തിൽ സിസ്റ്റുകൾ അഥവാ ദ്രാവകം നിറഞ്ഞ ചെറിയ മുഴകൾ രൂപപ്പെടുന്നു. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ അനാർത്തവം, ക്രമം തെറ്റിയുള്ള ആർത്തവസ്രാവം, വളരെ കുറഞ്ഞ അളവിലോ വളരെ കൂടിയ അളവിലോ ഉള്ള രക്തസ്രാവം, അമിതവണ്ണം, മുടികൊഴിച്ചിൽ, രോമവളർച്ച, കഴുത്തിന് പിൻഭാഗത്തുണ്ടാകുന്ന കറുപ്പ് നിറം എന്നിവയാണ്. എന്നാൽ എല്ലാവരിലും എല്ലാ ലക്ഷണങ്ങളും കാണണമെന്നില്ല. ഈ രോഗത്തിന്റെ സങ്കീർണത എന്തെന്നാൽ ഇത് വന്ധ്യതയിലേക്ക് സ്ത്രീ ശരീരത്തെ നയിക്കുന്നു. അതോടൊപ്പം ഹൃദ്രോഗം, അമിതവണ്ണം, പ്രമേഹം, പ്രധാനമായും ടൈപ്പ് 2 ഡയബറ്റീസ് എന്നിവയുണ്ടാകാനും സാധ്യതയുണ്ട്. ഗർഭാശയത്തിന്റെ അകത്ത് സ്ഥലത്തുണ്ടാകുന്ന ക്യാൻസറിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇത്തരം കോംപ്ലിക്കേഷൻസ് തടഞ്ഞു നിർത്താനും ഫലപ്രദമായ രീതിയിൽ PCOS ചികിത്സിച്ചു മാറ്റാനും വിദഗ്ധമായ ചികിത്സ ആയുർവേദത്തിൽ ലഭ്യമാണ്. ചികിത്സയോടൊപ്പം തന്നെ ശരിയായ രീതിയിലുള്ള ഭക്ഷണം, വ്യായാമം, ഉറക്കം എന്നിവയ്ക്കും പ്രാധാന്യമുണ്ട്. ആയുർവേദം എന്നത് ഒരു ചികിത്സാ രീതിയേക്കാൾ ഒരു ജീവിതനിഷ്ഠ കൂടിയാണ്. അതിനാൽ ഉചിതമായി ചിന്തിച്ച് ഫലപ്രദമായ ചികിത്സ തേടൂ.